ഗൈസ്, കുറച്ച് നാളത്തെ ബ്രേക്കിന് ശേഷം ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെം റിയൽ അനാലിസിസ് എക്സാം എങ്ങനെ 5 മണിക്കൂർ കൊണ്ട്, വെറും 5 മണിക്കൂർ കൊണ്ട് പാസ്സാകാമെന്നാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്ത് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ പ്രോബിലിറ്റി ഉള്ള 95% ചോദിക്കാൻ പ്രോബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് വെറും 13 ക്വസ്റ്റ്യൻസാണ് ഞാൻ പറയുന്നത്. വെറും 13 എസ്സേകൾ. ആ 13 എസ്സേ പഠിച്ചാൽ ഉറപ്പാണ് നിങ്ങൾക്ക് S2 റിയൽ അനാലിസിസ് എക്സാം സപ്ലി ഇല്ലാതെ ജയിക്കാൻ പറ്റും. ഇത് പറഞ്ഞു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്ത് മാക്സിമം വരാൻ പ്രോബിലിറ്റി ഉള്ള സാധനമാണ് ഞാൻ ഇട്ടേക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും, ടെക്സ്റ്റ് മാറിയില്ലേ, സിലബസ് മാറിയില്ലേ എന്ന്. സിലബസ് മാറിയെങ്കിലും പഠിക്കാനുള്ള കണ്ടൻറ്റ് 95% സെയിം ആണ്. സോ വലുതായിട്ട് ക്വസ്റ്റ്യൻ പാറ്റേണിലോ ക്വസ്റ്റ്യൻസിലോ ഒരു ചേഞ്ച് വരാൻ ഒരു 0.1% ചാൻസ് പോലും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഈ വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ അതിനകത്ത് പറയുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ റാഡോൺ-നിക്കോഡിയൻ തിയറമാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അറിയാം, 2003 തൊട്ടുള്ള ഇങ്ങോട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെയും സ്ഥിര സാന്നിധ്യമാണ് ഈ റാഡോൺ-നിക്കോഡിയൻ തിയറം. ഇത് ചോദിക്കാതെ ഒരു എക്സാം പോലും റിയലിൻ്റെ നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ കൂടെ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹാൻ-ജോർദാൻ ഡീകമ്പോസിഷനാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഹാൻ-ബെനാക് എക്സ്റ്റൻഷൻ തിയറമാണ്. ഈ 2 ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്നത് മിക്കവാറും കിടക്കുന്നത് റാഡോൺ-നിക്കോഡിയൻ തിയറത്തിൻ്റെ ഓറായിട്ടായിരിക്കും. അതിനകത്ത് ഒരെണ്ണമെങ്കിലും പഠിച്ചു വെച്ചേക്കുക. അഥവാ ഇനി അവർക്ക് ഇത്രയും നാളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നതിൽ ഒന്ന് മാറി ചോദിക്കാച്ചാലോ എന്നവർ ചിന്തിച്ചു കഴിഞ്ഞാൽ വേണ്ടി ഒരു സേഫ്റ്റി കിട്ടിയേക്കുന്ന ക്വസ്റ്റ്യനാണ് 2ഉം 3യും. അപ്പം ആ റാഡോൺ-നിക്കോഡിയൻ തിയറം നല്ല വൃത്തിയായിട്ട് പഠിക്കുക. അത് ചോദിക്കാൻ 99% ചാൻസ് ഉണ്ട്. അതൊരു ഷുവർ ക്വസ്റ്റ്യനാണ് സാധനം. അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ദെയർ എക്സിസ്റ്റ് എ നോൺ മെഷറബിൾ സെറ്റ്. നിങ്ങൾ കാരണം ആ യൂണിറ്റ് മൊത്തം പഠിക്കുന്ന സാധനം മെഷറബിൾ സെറ്റിനെ കുറിച്ചും അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചുമാണ്. അവിടെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കുന്ന ഒരു റെയർ കേസാണ് അവിടെ ഒരു നോൺ മെഷറബിൾ സെറ്റ് ഉണ്ടെന്നുള്ളത്. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഹോൾഡേഴ്സ് ഇൻഇക്വാളിറ്റി, മിൻഗോസ്കി ഇൻഇക്വാളിറ്റി. പിന്നെ ഒരു ക്വസ്റ്റ്യനാണ് LP-mu കംപ്ലീറ്റ് ആണെന്നുള്ളത്. അത് 2 തിയറം കമ്പൈൻ ചെയ്താണ് എഴുതുന്നത്. LP-mu ഈസ് കംപ്ലീറ്റ് ഫോർ 1 < P ∞ LP-mu ഈസ് കംപ്ലീറ്റ് ഫോർ P = ഇൻഫിനിറ്റി. ഈ 2 തിയറോടെ കമ്പൈൻ ചെയ്ത് വേണം എന്തെഴുതാൻ, LP-mu ഈസ് കംപ്ലീറ്റ് ഫോർ P > 1 അതെഴുതാൻ. പിന്നെ LMCT, LDCT ഇത് 2ഉം ചോദിച്ചാലും യൂസിങ് ഫാറ്റൂസ് ലെമ്മ ആയിരിക്കും. ഫാറ്റൂസ് ലെമ്മ ഇല്ലാതെയും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരില്ല, അത് ഉറപ്പാണ്. സോ ഫാറ്റൂസ് ലെമ്മ ഡയറക്റ്റ് ചോദിക്കാം, 12 മാർക്കിന് ചോദിക്കാം. ഇല്ലെങ്കിൽ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് LMCT ഓർ LDCT യൂസിങ് ഫാറ്റൂസ് ലെമ്മ, ഇതായിരിക്കും ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് പറയുന്നതെന്ന് വെച്ചാൽ, പ്രൂവ് ദാറ്റ് mu is a sigma finite measure on a ring R, then it has a unique extension to the sigma ring S of R. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇഫ് mu is a measure on a sigma ring S, then prove that the class S bar of sets of the form E delta n for any set E and n such that E element S while n is contained in some set in S of 0 measure is a sigma ring and the set function mu bar defined by mu bar of E delta n is equal to mu of E is a complete measure on S bar. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, എഫും ജിയും 2 മെഷറബിൾ ഫങ്ഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ F+G, CF, F+G, F-G, FG ഇതെല്ലാം മെഷറബിൾ ആണെന്നാണ്. അവിടെ C എന്ന് പറഞ്ഞേക്കുന്ന കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഇത് വേണമെങ്കിൽ എസ് ആയിട്ട് ചോദിക്കാം 12 മാർക്കിന്. ഇല്ലെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് എന്ത് ചെയ്യാം, 3 മാർക്കിന് ചോദിക്കാം. 3 മാർക്കിന് ചോദിക്കാൻ കൂടുതലും ചാൻസ് കാണുന്ന ക്വസ്റ്റ്യൻ FG മെഷറബിൾ ആണെന്നുള്ളതാണ്, SIയിൽ ഇല്ലെങ്കിൽ. ഇനി അടുത്തത് പറയുന്നതെന്ന് വെച്ചാൽ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഔട്ടർ മെഷർ ഓഫ് ആൻ ഇൻ്റർവെൽ ഈക്വൽസ് ഇറ്റ് ലെങ്ത്. അതിൻ്റെ കൂടെ തന്നെ പ്രതീക്ഷിക്കാം ആൻഡ് മെഷർ ഈസ് ട്രാൻസ്ലേഷണൽ ഇൻവേരിയൻറ്റ്, അതും നോക്കിക്കോണം. അത് കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, എവരി ഇൻ്റർവെൽ ഈസ് മെഷറബിൾ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് റീസ് റെപ്രസെൻറ്റേഷൻ തിയറം. അപ്പം ഈ 13 ക്വസ്റ്റ്യൻസാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ 13 വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോയി എഴുതാമെങ്കിൽ ഒരു തെറ്റുമില്ല. ഈ 13 ക്വസ്റ്റ്യൻസ് പഠിച്ചുകൊണ്ട് പോയി എഴുതാൻ പറ്റിയാൽ ഉറപ്പാണ് നിങ്ങൾക്ക് S2 റിയൽ എക്സാം പാസ്സാവാം. ഇതിൽ നിന്നും ഞാനൊരു 50 മാർക്ക് എബോവ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് തന്നെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഗൈസ്, ഓൾ ദ ബെസ്റ്റ്. പോയി വൃത്തിയായിട്ട് പഠിച്ച് എക്സാം എഴുതുക. വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടാൽ അവരൊന്ന് അറിയിച്ചേക്കണേ, കമൻറ്റ് ചെയ്താൽ മതി. ഓൾ ദ ബെസ്റ്റ് ഗൈസ്.